ആരെല്ലാം ഓൺലൈനിലുണ്ടെന്ന് അറിയില്ല. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞാൽ നന്നായിരുന്നു. ഓക്കെ, ആരെയും കാണുന്നില്ല. എന്തായാലും ശരി, ഞാൻ തുടങ്ങാണ്. എന്നുവെച്ചാൽ ഒരുപാട് വിഷയങ്ങളുണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇന്നത്തെ വിഷയം ചെറിയൊരു ദുരന്തമാണ് പറയാനുള്ളത്. അപ്പോൾ ദുരന്തം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ധരിക്കുന്നു. അതായത് ഞാൻ ഇന്നലെയാണ് കണ്ടത്. അതായത് വയനാട് ദുരന്തം എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിൻ്റെയാണ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു ക്ലിപ്പ്. അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ക്ലിപ്പിൽ പറയുന്നത് സർക്കാരിൻ്റെ അമിത ചെലവ് കണക്ക് പുറത്ത് എന്നാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത്. ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക ചെലവഴിച്ചത് വോളണ്ടിയർമാർക്ക്. അതാണ് അതിൻ്റെ അടിയിലുള്ളൊരു സംഗതി. അപ്പോൾ ഈ പറയുന്ന കണക്ക് ഞാൻ കണ്ടിട്ട് പിന്നെ അതിൻ്റെ അടിയിലോട്ട് വായിച്ചു പോകുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഈ ദുരന്ത നിവാരണ കണക്ക് ഞാൻ കണ്ടത് ഇന്നലെയാണ്. അതിൻ്റെ കൂടെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി സാറിനോട് നമ്മുടെ മീഡിയാസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പുള്ളിക്കാരനെ എവിടെ വെച്ചിട്ട്, ഏതാ സിറ്റുവേഷൻ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പം അവിടെ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പറയുക, കേന്ദ്ര സഹായം, അതായത് കേന്ദ്രത്തിന് ദുരന്ത നിവാരണത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന സഹായം എന്തുകൊണ്ടാണ് വൈകുന്നത് എന്നോ മറ്റോ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പം ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത്, അത് നിങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പോയി ചോദിക്കൂ എന്നാണ് അദ്ദേഹം മറുപടി കൊടുത്തത്. അപ്പോൾ സാധാരണ ഒരു ചിന്താഗതിയുള്ള ഒരു കോമൺ സെൻസ് ഉള്ള മനുഷ്യർ ചിന്തിക്കും, എന്തായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് അദ്ദേഹം ചിന്തിക്കുക. അപ്പോൾ സുരേഷ് ഗോപി സാറിനോട് ഇങ്ങനെ കേന്ദ്ര സഹായം എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും, നമ്മളെ പോലുള്ള സാധാരണക്കാര് അങ്ങനെ ചിന്തിച്ചത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ഒരു മറുപടി കൊടുത്തിട്ടുണ്ടാവുക? എന്തെങ്കിലും കാണും. കാരണം കേന്ദ്രം ഭരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയാണല്ലോ അദ്ദേഹം. അങ്ങേരെ ഓട് പൊളിച്ച കത്ത് കയറിയ ആളല്ല. അദ്ദേഹം വമ്പിച്ച ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് തെരഞ്ഞെടുത്ത ഒരു കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ തലയ്ക്കകത്ത് ഒന്നുമില്ലാണ്ടിരിക്കില്ല എന്തായാലും. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ചിന്തിച്ചത്, നമ്മളെ പോലെ സാധാരണക്കാരൊക്കെ ചിന്തിച്ചത് ഇങ്ങനെയാണ്, എന്തെങ്കിലും കാണും എന്ന്. പക്ഷേ ഏഷ്യാനെറ്റ് ചിന്തിച്ചത് എങ്ങനെയാണെന്നറിയാവോ? ഏഷ്യാനെറ്റ് ചിന്തിച്ചത് വിചിത്രവാദവുമായി സുരേഷ് ഗോപി. അതായത് അദ്ദേഹത്തോട് ഇത്രേ ചോദിച്ചുള്ളൂ, കേന്ദ്ര സഹായം വൈകുന്നത് എന്തുകൊണ്ടാണ്, ദുരിതാശ്വാസ ഫണ്ടിന് കേന്ദ്ര സഹായം വൈകുന്നത് എന്തുകൊണ്ടാണെന്നേ ചോദിച്ചുള്ളൂ. അദ്ദേഹം അതിന് വളരെ ഭംഗിയായിട്ട് മറുപടി പറഞ്ഞു, നിങ്ങൾ പോയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന മാമാ ചാനല്, ഈ മാമാ കൂട്ടിക്കൊടുപ്പ് ചാനലാണ്, വേശ്യാനെറ്റ് എന്നാണ് ശരിക്കും വിളിക്കേണ്ടത്. ഏഷ്യാനെറ്റ് ഒക്കെ മാറ്റിയിട്ട് വേശ്യാനെറ്റ് ഇടണം ഈ സാധനങ്ങൾക്കൊക്കെ. കാരണം കുറേ കാലമായിട്ട് കുത്തിത്തിരിപ്പ് മാത്രമാണ് വേശ്യാനെറ്റിന്റെ പരിപാടി. വേശ്യാനെറ്റ് എവിടെയാണ് കുത്തിത്തിരിപ്പ് നടക്കാന്ന് പറഞ്ഞാൽ, അതായത് തേർഡ് റേറ്റ് വേശ്യകൾക്ക് ഇതിനേക്കാളും സംസ്കാരം ഉണ്ടാവും. ഈ വേശ്യാനെറ്റ് എന്ന് പറഞ്ഞാല് തേർഡ് റേറ്റ് വേശ്യകൾക്ക് ഇവരെക്കാളും സംസ്കാരം ഉണ്ടാവും. അതിനേക്കാളും തരം താഴ്ന്ന പത്രപ്രവർത്തനാണ് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനമാണ് ഇപ്പോ വേശ്യാനെറ്റ് കാഴ്ചവെക്കുന്നത്. അപ്പൊ വേശ്യാനെറ്റ് അതിന് കൊടുത്ത ഹെഡ്ലൈൻ എന്താണെന്നറിയോ? അതായത് വിചിത്രവാദവുമായി സുരേഷ് ഗോപി, വാക്കുകൾ അനുചിതം. നിങ്ങളെല്ലാവരും കോരിത്തരിച്ചില്ലേ വേശ്യാനെറ്റിന്റെ ആ വാക്കുകൾ ഇങ്ങനെ കണ്ടപ്പോ? നിങ്ങൾ എല്ലാവർക്കും ഒരു എന്താ പറയാ, ഒരു കോൾമയറൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. ഞാൻ തെറിയല്ല പറഞ്ഞത്, കോൾമയർ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ അതിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതായത് ഈ വേശ്യാനെറ്റിന്റെ ചില വാക്കുകളും ചില പ്രവൃത്തികളൊക്കെ നോക്കിയാല് ഒരു ഭാഗം കൊണ്ട് വൺ വേ ട്രാഫിക് ആണ് പല കാര്യങ്ങളിലും. അവർക്ക് നാട് നിലനിൽക്കണമെന്ന് യാതൊരു തരത്തിലുള്ള ഒരു ആഗ്രഹവും ഇല്ല. ഇപ്പോ അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന കണക്കിറങ്ങി കഴിഞ്ഞപ്പോൾ, അതായത് നമ്മുടെ ദുരിതാശ്വാസ ഫണ്ടിന്റെ അല്ലെങ്കിൽ ദുരിതാശ്വാസ നിധിയുടെ കണക്കിറങ്ങി കഴിഞ്ഞപ്പോൾ
ആര് വന്നു, നമ്മുടെ സർക്കാരിന്റെ അമിത ചെലവ് കണക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ട് വലിയൊരു സംഭവം ഇങ്ങനെ ഭൂതം പോലെ, എന്താ പറയാ, കുടത്തിനുള്ളിലെ ഭൂതം പോലെ പുറത്തേക്ക് ചാടി. അപ്പോ ആ കുടത്തിനുള്ളിലെ ഭൂതം പുറത്തേക്ക് ചാടിയപ്പോ ആ ഭൂതത്തിന്റെ കണ്ടപ്പോഴോ ആകെ ഭയന്ന് വിറച്ച് മാധ്യമ ചാനലുകൾക്കൊക്കെ വിവരം മനസ്സിലായി. എന്തുകൊണ്ട് സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അവർക്ക് വിവരം മനസ്സിലായി. അണ്ണാക്കിൽ പിരിവെട്ടി പഴം പുഴുങ്ങി എന്താ പറയാ തൊണ്ടയിൽ കുടുങ്ങിയ പോലെ, പണിക്കിരി ചേമ്പ് നിന്ന് മരിച്ച പോലെ ഒരേ ഇരിപ്പിരുന്നു മാധ്യമ ചാനലുകൾ. പണ്ടൊരു കഥ പറയും, പണിക്കരുടെ തൊണ്ടയിൽ ചേമ്പിന്റെ വിത്ത് കുടുങ്ങിയ കഥ. പുഴുങ്ങിയ ചേമ്പിന്റെ വിത്തെ ചൂടോട് കൂടി എടുത്ത് വിഴുങ്ങി. അപ്പൊ അത് തൊണ്ടയിൽ ചെന്നിട്ട് അവിടെ സ്റ്റക്കായിരിക്കുമ്പോൾ അനങ്ങാൻ പറ്റാണ്ട് അങ്ങനെ ഇരുന്ന് പണിക്കര് ചത്തു എന്നൊരു കഥയുണ്ട്. കുട്ടിക്കാലത്തെങ്ങാണ്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ്. എന്ന പോലെ പണിക്കരുടെ തൊണ്ടയിൽ ചേമ്പിന്റെ വിത്ത്, പുഴുങ്ങിയ ചേമ്പും വിത്ത് ചൂടോടുകൂടി ചെന്നിരുന്ന് കുടുങ്ങിയ പോലെ നമ്മുടെ മാധ്യമ ചാനലുകാർ മൊത്തം തൊണ്ടയിൽ കുടുങ്ങി ആകെ മിണ്ടാൻ വയ്യാതെ ഒരേ ഇരിപ്പിരുന്നു. അല്ലെങ്കിൽ യുവന്മാരെ എല്ലാവരും കൂടിയിട്ട് സുരേഷ് ഗോപിയെ വലിച്ചു കീറി ചുമരിലൊട്ടിച്ചാന്. അതായിരുന്നു പ്ലാന്. അപ്പൊ ഇനി അടുത്ത സർക്കാരിന്റെ കണക്ക് നോക്കാം നമുക്ക്. അപ്പൊ സർക്കാരിന്റെ കണക്കില് ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ. അടുത്തത് അപ്പൊ അങ്ങനെ 359 മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് 2.76 കോടി. അപ്പോ ഇതേപോലെ 359 മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത്. ഈ സംസ്കരിച്ചതിന് 2.76 കോടി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാനായിട്ട് അവിടെ സേവാഭാരതി ഉണ്ടായിരുന്നു, മറ്റുള്ള സന്നദ്ധ സംഘടനകൾ ഉണ്ടായിരുന്നു, അപ്പോ BJP പ്രവർത്തകരുണ്ടായിരുന്നു, നമ്മുടെ കേന്ദ്രമന്ത്രി അവിടെ മുണ്ടും മടക്കി കുത്തി 100 രൂപയുടെ റെയിൻകോട്ടും ഇട്ട് മുണ്ടും മടക്കി കുത്തി അന്തസ്സായിട്ട് അഭിമാനത്തോട് കൂടിയിട്ട് അവിടെ നിന്നിട്ട് സാധാരണ ജനങ്ങൾക്കൊപ്പം നിന്നിട്ട് അദ്ദേഹം എവർക്കൊപ്പം ഒരാളായിട്ട് ചെയ്ത പ്രവർത്തനങ്ങളോ, അവിടെ സേവാഭാരതി കാഴ്ചവെച്ച പ്രവർത്തനങ്ങളോ, അല്ലെങ്കിൽ മിലിറ്ററി ഉദ്യോഗസ്ഥർ കാഴ്ചവെച്ച പ്രവർത്തനങ്ങളോ, നമ്മുടെ സാധാരണക്കാര്, അതായത് സാധാരണക്കാരായ ഒരുപാട് നല്ല മനസ്സുള്ള മനുഷ്യര് അവരുടെ പാർട്ടിയും രാഷ്ട്രീയവും മറന്ന് അവരുടെ സ്വന്തം പോക്കറ്റിലെ പൈസ എടുത്ത് സ്വന്തം വണ്ടിയിൽ പെട്രോൾ അടിച്ച് സ്വന്തം വണ്ടി കൊണ്ടും സ്വന്തം സൗകര്യങ്ങളെ കൊണ്ടും പരമാവധി സഹകരിച്ച് നമ്മുടെ നാട്ടുകാര് അവർക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുക്കേണ്ടതും സല്യൂട്ട് കൊടുക്കേണ്ടതും അവർക്കാണ്. അപ്പൊ അവര് സ്വയം ദേഹം കയ്യും മെയ്യും മറന്ന് എല്ലാവരും ഒരുപോലെ ആ പറയുന്ന ദുരന്തം നടന്ന ദുരന്ത ഭൂമിയിൽ പോയിട്ട് കഷ്ടപ്പെട്ടത് ആ വക സംഗതികൾക്കൊന്നും യാതൊരു കണക്കുമില്ലേ സർക്കാരെ? സർക്കാരിനോടാണ് എന്റെ ചോദ്യം. സർക്കാരിന് ഇതിൽ എന്തെങ്കിലും തരത്തിൽ മറുപടി പറയാനുണ്ടെങ്കിൽ പറയണം. കാരണം മരിച്ച മനുഷ്യരുടെ, അതായത് ഒന്ന് കണ്ണടച്ച് ഇരുട്ടി വെളുത്തപ്പോഴ് നമ്മള് ഗാഠനിദ്രയിലായിരിക്കുന്ന സമയത്ത് ഒരു ഗ്രാമം മുഴുവനും ഒറ്റ സെക്കൻഡ് കൊണ്ട് അവസാനിച്ചു പോയൊരു ദുരന്തമാണിത്. എനിക്ക് ആ സംഗതി ഇപ്പോ ഓർക്കാൻ പോലും നമ്മളാരും താല്പര്യപ്പെടുന്നില്ല. അത്രയ്ക്കും ഭയാനകമായിരുന്ന ഒരവസ്ഥയായിരുന്നു അത്. ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്ക് ഒരുപാട് പേർക്ക് ആരോരുമില്ലാതായത് മാത്രമാണോ, ഒരുപാട് പേർക്ക് കിടപ്പാടമില്ലാണ്ടായി. അതുവരെ സമ്പാദിച്ചതും, അതായത് ഊണും ഉറക്കവും കളഞ്ഞ് അധ്വാനവും കഷ്ടപ്പാടും കൊണ്ട് മാത്രം അതുവരെ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് മനുഷ്യരുടെ കണ്ണീര് മാത്രം ബാക്കിയായി. ഈ ഭൂമിയിൽ ജീവൻ അവശേഷിച്ചവര് മാത്രമല്ലാതെ ബാക്കി പ്രിയപ്പെട്ടവരെല്ലാവരും പോയ കുടുംബക്കാര്, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മക്കള്, ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാര് നഷ്ടപ്പെട്ട ഭാര്യമാര്, വിധവകള്, അങ്ങനെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുഞ്ഞുമക്കള്,
മുഴുവനും ഇപ്പോഴേ കിട്ടുള്ളൂ. അത് അപ്പാപ്പ പോക്കറ്റ് നിറയ്ക്കണ്ടേ? അത് ദുരിതാശ്വാസ ഫണ്ടായാലും കുഴപ്പമില്ല, ആര് ചത്തതിന്റെ പൈസ ആയാലും കുഴപ്പമില്ല, ആരെ കൊന്ന പൈസ ആയാലും കുഴപ്പമില്ല, എന്റെ പോക്കറ്റ് നിറയട്ടെ. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോക്കറ്റ് നിറയ്ക്കാനും ഭരണപക്ഷത്തിന് പുട്ടടിക്കാനും ഭരണപക്ഷത്തിന് പിന്നെ എന്താ പറയാ തള്ളിമറിക്കാനും പിന്നെ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വാടക കൊടുക്കാനും അങ്ങനെ നാട്ടുകാരെ പിഴിഞ്ഞിട്ട് ദുരന്തം നടന്ന സ്ഥലത്തുനിന്ന് കിട്ടിയ പൈസ വരെ അതുവരെ അടിച്ചു മാറ്റിയ കഥകളാണ് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഓരോരോ ദുരന്തങ്ങൾ വരുമ്പോഴും ആ ദുരന്തത്തിൽ നടക്കുന്ന സർവമാന പൈസകളും അതിൽ വരുന്ന സർവമാന തരത്തിലുള്ള വരുമാനങ്ങളും എന്തിനാണ് ഇത്രയോ മനുഷ്യര് കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു പറ്റിയതാണ്. എത്ര പറ്റിയാലും പഠിക്കാത്ത ഒരു വർഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് മലയാളിയാണ്. എത്ര കൊട്ട് കിട്ടിയാലും എത്ര പറ്റിയാലും പഠിക്കാത്ത ഭൂലോക വിഡ്ഢികളുടെ നാടാണ് കേരളം ഇന്ന്. ഈ ഭൂലോക വിഡ്ഢികൾക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ത്? ഈ പറയുന്ന ഭൂലോക വിഡ്ഢികൾ മുഴുവനും രാഷ്ട്രീയ അടിമകളായിരിക്കും. രാഷ്ട്രീയ അടിമകളാണ്. ഒരു നാട്ടിൽ ഒരു ദുരന്തം നടന്നിട്ട് ആ ദുരന്തത്തിലും രാഷ്ട്രീയം കാണുന്ന കുറെ രാഷ്ട്രീയ അടിമകള്. ആ രാഷ്ട്രീയ അടിമകള് എത്ര ദുരന്തങ്ങൾ കിടന്നിട്ട് ആ പൈസ കട്ടുമുടിച്ചാലും ആ പൈസ പുട്ടടിച്ചാലും പിന്നെയും കൊണ്ടുപോയിട്ട് ദുരിതാശ്വാസ മന്ത്രിയുടെ പിന്നെ അപ്പാച്ചിമേട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു പറ്റം അടിമകള്, പാർട്ടി അടിമകള്. അതൊന്നും എത്തേണ്ടവരുടെ കൈകളിൽ എത്തുന്നില്ല. അതാണല്ലോ സത്യം. അപ്പോ രണ്ടാമത്തെ തവണയും ദുരന്തം വന്നപ്പോഴ് രണ്ടാമത്തെ തവണയും പലരും പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആരും കൊടുക്കരുത്. പക്ഷെ മറ്റു പലരും ചിന്തിച്ചു, ശരി, ഈ സമയത്ത് നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ല, നമുക്ക് എല്ലാവർക്കും സഹകരിക്കാം, ഇനിയൊരു ചതി ഒരിക്കലും ഉണ്ടാവില്ല. ഇത്രയും വലിയൊരു ദുരന്തം നടന്നതല്ലേ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ചതി സംഭവിക്കില്ലായിരിക്കാം. ആ വിശ്വാസത്തില് എല്ലാവരും കൊണ്ടുപോയിട്ട് വീണ്ടും മുഖ്യമന്ത്രിയുടെ ഫണ്ടിലോട്ട് കൊണ്ട് ഇട്ടു. ഇപ്പൊ വീണ്ടും എല്ലാവർക്കും നാക്കും പൊള്ളി കയ്യും പൊള്ളി ഇരിക്കുകയാണ്. എന്തായാലും ദുരന്തത്തിന്റെ കണക്ക് മുഴുവനും വന്നിട്ടുണ്ട്. കണക്കിനുള്ള വാക്കുകൾ ഇങ്ങനെയാണ്: വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് 2.98 കോടി. വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ്, അതായത് 100 രൂപയുടെ ഒരു കോട്ട്, ഒരു 200 രൂപയുടെ ഒരു ബൂട്ട്സ് ഉണ്ടാവും കാലുമേ, ആ ഒരു ബൂട്ട്സ്, പിന്നെ വേണമെങ്കിൽ ഒരു ടോർച്ച് ഉണ്ടാവും. അതാണ് ഈ കിറ്റ് എന്ന് പറയുന്നത്. ഐ ഡോണ്ട് നോ എന്താണെന്ന്. അപ്പൊ അതിന്റെ ചെലവാണ് എന്ത്? 2.98 കോടി, ഏകദേശം 3 കോടിയുടെ അടുത്ത്. പിന്നെ അടുത്തത് ഭക്ഷണ ചെലവ് 10 കോടി. നമ്മുടെ നാട്ടിൽ നിന്ന് ഭക്ഷണങ്ങൾ കയറ്റി വിട്ടിട്ട് പല സന്നദ്ധ സംഘടനകളും ഭക്ഷണം കയറ്റി വിട്ടിട്ട് ഇവിടെ മതിയായി എന്ന് പറയുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. അതുപോലെ കയ്യും മെയ്യും മറന്ന് ഈ മലയാളി പ്രവർത്തിച്ചതാണ്. അപ്പൊ അവിടേക്ക് ഭക്ഷണം കയറ്റി വിട്ടത് മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിവെക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. എന്നിട്ട് അതിന് സർക്കാർ ഇട്ടിരിക്കുന്നതാണ് എന്ത്? ഭക്ഷണ ചെലവ് 10 കോടി. ഇതെന്താ മലയാളി മൊത്തം പിന്നെ ആനയാണോ? ആനയാണെങ്കിലും ഇത്രയും ചെലവില്ലല്ലോ. ഇനി അടുത്തത് ദുരിതാശ്വാസ ക്യാമ്പിലെ ജനറേറ്റർ 7 കോടി. എത്രയോ മനുഷ്യര് സ്വന്തം കയ്യിലെ പോക്കറ്റ് എടുത്തിട്ട് പെട്രോൾ അടിച്ചും ഡീസൽ അടിച്ചിട്ടും അവിടെ വന്നിട്ട് പ്രവർത്തിച്ച ആൾക്കാരുണ്ട്. അത് മുഴുവനും, അതായത് ഇനി അടുത്തത് ക്യാമ്പിലെ ഭക്ഷണം 8 കോടി, ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾ വാങ്ങിയതിന് 11 കോടി. ഇവിടുന്ന് കോടി, അതായത് ഓരോരോ വണ്ടികളിലും നിറച്ചും വസ്ത്രങ്ങൾ കയറ്റി അയച്ചിട്ട് അവർക്ക് മതിയായി എന്ന് പറയുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് വണ്ടികളില് പുതിയ വസ്ത്രങ്ങൾ കയറ്റി അയച്ചിട്ട്, അതായത് പല വ്ളോഗർമാരും പല സോഷ്യൽ മീഡിയയിലും പല പൊതു സംഘടനകളിലും പ്രവർത്തിക്കുന്ന മനുഷ്യര് ഇതുപോലുള്ള വസ്ത്രങ്ങൾ മുഴുവനും കളക്ട് ചെയ്തിട്ട് ലോഡ് കണക്കിന് കയറ്റി അയച്ചിട്ട് അവർക്ക് മതിയായി എന്ന് പറയുന്ന അവസ്ഥ വരെ വന്നിട്ടുണ്ട്. എന്നിട്ട്
ഇത് പറഞ്ഞാൽ അവരുടെ പിന്നെ മറ്റുള്ളവർ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഈ പറഞ്ഞു കൂട്ടുന്നതിനൊക്കെ ഇത് എന്താണ് ഒരു അവസാനം? ഇത് അവസാനം ശ്രീലങ്കയിലും ബംഗ്ലാദേശിലൊക്കെ നടക്കുന്ന പോലെ ആൾക്കാരങ്ങ് കയറി നിറങ്ങിയ കേരള സെക്രട്ടേറിയറ്റ് അടിച്ച് ഒതുക്കി അവിടെ നിന്ന് അടിച്ച് ഓടിക്കേണ്ട കാലം കഴിഞ്ഞു. ഈ ഭരണപക്ഷക്കാരെന്ന് പറഞ്ഞ് കയറിയിരിക്കുന്ന ഈ പിണറായി വിജയനും കൂട്ടരും ഉണ്ടല്ലോ, റബ്ബർ സ്റ്റാമ്പാണ് ഈ പിണറായി വിജയൻ. ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് വെച്ചാൽ അവിടെ വെക്കും, അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ ഇങ്ങോട്ട് ഇരിക്കും. അതാണ് പിണറായി വിജയൻ. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന റബ്ബർ സ്റ്റാമ്പിനെ മുൻനിർത്തിക്കൊണ്ട് ആരോ കളിക്കുന്ന കളികളാണ്. മരുമോനായിരിക്കും, അല്ലെങ്കിൽ കൂടെയുള്ള ശിഖണ്ഡികളായിരിക്കും. ഇയാൾ ഈ വയസ്സാം കാലത്ത് ഇത് മുഴുവനും പറ്റിച്ച് ഒട്ടിച്ച് കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടു കൊടുക്കാനാ? അതോ പോണ പോക്കില് ഇനിയും ആർത്തി നിന്നില്ലേ? ആക്രാന്തം തീർന്നില്ലേ? എന്തോരം ഇനിയും പറ്റിതേ? ഞാൻ ചോദിക്കുന്ന ഒരു പരിധിയില്ലേ? ഇയാള് ദൈവവിശ്വാസിയല്ല, ഇയാള് മാർക്സിസ്റ്റുകാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്, ശരി. പക്ഷെ ഒരു മനസ്സും മനസാക്ഷിയൊക്കെ ഉണ്ടാവുമല്ലോ ഏത് കമ്മ്യൂണിസ്റ്റുകാരനും. മനുഷ്യരാണല്ലോ, മനുഷ്യന്റെ രൂപത്തിൽ മാത്രമേ ഉള്ളോ? ഇതേപോലത്തെ കണക്കുകൾ എഴുതിയിട്ട് ഇതുപോലെ പാവം കേരള ജനതയെ പറ്റിക്കുന്ന ഈ മുഖ്യമന്ത്രിക്ക്, എന്റെ പൊന്നു മുഖ്യമന്ത്രി പിണറായി വിജയ, താങ്കൾക്ക് ഇതിലും തൂങ്ങി ചത്തൂടെ? ഇതിനേക്കാളും ഭേദം അതാണ്. അന്തസ്സുണ്ട്, അതിന് അന്തസ്സുണ്ട്. ഈ ദുരന്തം നടന്നിട്ട് ആ ദുരന്ത സ്ഥലത്ത് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടിട്ട് അവർക്ക് അർഹതപ്പെട്ട പൈസ അടിച്ചു മാറ്റിയിട്ട് അതും പോക്കറ്റിലേക്ക് നടക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയ, നിങ്ങളൊക്കെ ഈ ഭൂമിക്ക് ഭാരമായിട്ട് ഇരിക്കുന്നതിൽ നല്ലത് തൂങ്ങി ചാവുന്നതാണ്. ഇനി അതിന് കയറ് മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഞാൻ തരാം, എന്റെ വക തരാം. അത്രയ്ക്കും കഠോരമാണ് ഈ കാണിക്കുന്നത്, ഈ കേരള ജനതയോട് കാണിക്കുന്നത്. കേരള ജനത എന്ന് പറഞ്ഞാൽ എന്തോ നോക്കിയിരിക്കുവാണ് ഈ മലയാളികൾ എന്ന് എനിക്കറിയാൻ പാടില്ല. ഈ തോന്നിവാസങ്ങൾ മുഴുവനും. കാരണം എന്തു പറഞ്ഞാലും പാർട്ടിയാണ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി, അദ്ദേഹം BJP പാർട്ടിക്കാരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അറഞ്ചം പുറഞ്ചം അടിക്കുക. കിട്ടിയ താപ്പിന് അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഓടിച്ചിട്ട് പിടിക്കുക, അദ്ദേഹത്തെ അടിക്കുക. അപ്പം ഒരാളോട് മാത്രം കാണിക്കുന്ന അന്യായം അയാൾ ഒരു BJP-കാരനായി എന്നതുകൊണ്ട് മാത്രമാണോ? അതാണോ ഇവിടുത്തെ രാഷ്ട്രീയമാണോ എല്ലാം? അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം എന്ത് പ്രവൃത്തി ചെയ്യുന്നു, അദ്ദേഹം എങ്ങനെ ഭരിക്കുന്നു, അദ്ദേഹം കക്കുന്നുണ്ടോ, മോഷ്ടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മാന്യമായിട്ടാണോ ഭരണം നടത്തുന്നത്, അതൊന്നും ഇവിടുത്തെ ആൾക്കാർക്ക് അറിയേണ്ട ആവശ്യമില്ല. സുരേഷ് ഗോപി അയാള് BJP-കാരനാ, അയാള് ചാണക സംഖ്യ, അയാള് ചാണത്തിൽ ചവിട്ടി, അയാള് ചാണകം തിന്നു. ഇവിടെ പറയുന്ന ഈ മലയാളികളുടെ സ്വഭാവം ഞാൻ ഈ പറയുന്നത്. അദ്ദേഹം കാലത്ത് തൊട്ട് ഇരുട്ടി വെളുക്കുന്നത് വരെ എന്തെല്ലാം നല്ല പ്രവൃത്തികളും പുണ്യപ്രവൃത്തികളും ചെയ്തിട്ടാണ് ഇവിടെ നാട് ഭരിക്കുന്നത്. അതൊന്നുമല്ല ജനങ്ങൾക്ക് മുഖ്യം. അയാളുടെ രാഷ്ട്രീയമാണ്. ഞാൻ ചോദിക്കുന്ന എന്ത് രാഷ്ട്രീയത്തിന്റെ പേരിലായാലും അയാൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾ കണ്ണു തുറന്ന് നോക്ക്. അല്ലാണ്ട് ഈ കണ്ട കാലം നിങ്ങളെ പറ്റിച്ച കഴിഞ്ഞ 10-65 കൊല്ലമായിട്ട് ഈ മലയാളികളുടെ കണ്ണിൽ പൊടിയിട്ട് നടക്കുന്ന ഈ പറ്റിച്ച് നടക്കുന്ന കോൺഗ്രസ്സുകാരും ഇവിടെ പറ്റിച്ച് നടക്കുന്ന മാർക്സിസ്റ്റുകാരെ കൊണ്ടും ഈ മലയാളികൾ എന്താണ് നേടിയത്? ഈ രാഷ്ട്രീയം കൊണ്ട് എന്താണ് നേടിയത്? ഇന്നും എല്ലാ കുടുംബങ്ങളിലും കോൺഗ്രസിന്റെ അടിമകളും മാർക്സിസ്റ്റിന്റെ അടിമകളും കാണും. നിങ്ങൾ ആ രാഷ്ട്രീയം മാറ്റിവെക്കേ, നിങ്ങൾ ആ രാഷ്ട്രീയത്തിന്റെ ഉടുപ്പ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ മനുഷ്യനായിട്ടൊന്ന് ചിന്തിക്കേ. എന്താണ് പ്രശ്നം? ആരാണ് നന്മ ചെയ്യുന്നത്? ഈ നന്മ ചെയ്യുന്ന മനുഷ്യരുടെ നന്മ നിങ്ങൾക്ക് കണ്ണു തുറന്ന് കണ്ടുകൂടെ? കാത് തുറന്ന് കേട്ടുകൂടെ? എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഇന്ന് മാധ്യമത്തില് എല്ലാവർക്കും അറിയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം കണ്ണു തുറന്ന് കണ്ടാൽ മനസ്സിലാവുന്നില്ലേ? പച്ച മലയാളത്തിലല്ലേ എല്ലാ ന്യൂസുകളും വരുന്നത്? ആരാണ് ചെയ്യുന്നത്?
വളരെ അന്തസ്സോടുകൂടി പറയും, ഞാൻ എന്ത് തന്നെ വന്നാലും എന്റെ രാഷ്ട്രീയം വിട്ടൊരു കളിയില്ല, എനിക്ക് ഒറ്റ തന്തയേ ഉള്ളൂ, എനിക്ക് ഒറ്റ തന്തയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയം മാറിയിട്ടൊരു കളി ഞാൻ കളിക്കില്ല. എന്തോന്നാണ് ഈ രാഷ്ട്രീയം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പം അവസാനം കിട്ടാൻ പോകുന്നത്? നമ്പർ 1 ഊളകളല്ലാതെ ഈ ജാതി വർത്തമാനം പറയില്ല. ഈ രാഷ്ട്രീയം എന്നല്ല, വ്യക്തിപരമായിട്ട് കാണണം നമ്മൾ മനുഷ്യരെ. ഒരു വ്യക്തി, അയാൾ മാർക്സിസ്റ്റോ കോൺഗ്രസോ BJPയോ ആണെന്നുള്ളതല്ല, ആ വ്യക്തി എന്താണെന്ന് നോക്കണം, ആ വ്യക്തി എന്ത് ചെയ്യുന്നു നമ്മൾ നോക്കണം, ആ വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കണം, ആ വ്യക്തിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, അയാൾ ഏത് പാർട്ടിക്കാരനോ ആവട്ടെ. അപ്പൊ നിങ്ങളെ പോലുള്ള മലയാളികളെ പോലുള്ളവരെ പറ്റിക്കാനായിട്ട് ഈ രാഷ്ട്രീയക്കാർ കഴിഞ്ഞ 10-65 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഈ ഊളത്തരമാണ് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ ഇവിടുന്ന് കെട്ടിയ കുറ്റിയും നിങ്ങൾ അഴിക്കില്ല. നിങ്ങൾ കോൺഗ്രസ്സുകാരനാണെങ്കിൽ ഞാൻ കോൺഗ്രസ്സുകാരനെ തന്നെയായിട്ട് എനിക്ക് മരിക്കണം, ഞാൻ മാർക്സിസ്റ്റുകാരനാണെങ്കിൽ എനിക്ക് മാർക്സിസ്റ്റുകാരനായിട്ട് തന്നെ മരിക്കണം. എന്തോ വാഴയ്ക്ക കിട്ടാനാ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് അങ്ങ് അവസാനം വരെ ജീവിച്ചു മരിച്ചു, നിങ്ങൾക്ക് എന്തോ വാഴയ്ക്ക കിട്ടി? ഒരു കോൺഗ്രസ്സുകാരൻ അവസാനം വരെ കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ മരിച്ചു, എന്തോ വാഴയ്ക്ക നേടി? ചിലപ്പോ കുടുംബം മുഴു പട്ടിണിയിലായിരിക്കും, ജോലി ഉണ്ടാവില്ല, കൂലി ഉണ്ടാവില്ല, നാടിനൊരു ഡെവലപ്പ് ഉണ്ടാവില്ല, യാതൊരു സമ്പാദ്യം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവസാനം വരെ ഞാൻ കോൺഗ്രസ്സുകാരനായിട്ട് മരിച്ചു, ഞാൻ മാർക്സിസ്റ്റുകാരനായിട്ട് മരിച്ചു. കോൺഗ്രസ്സുകാരൻ മരിക്കുമ്പം ഒരു എന്താ പറയാ, ത്രിവർണ്ണ നിറമുള്ള ഒരു തുണിക്കഷ്ണം കൊണ്ട് പുതപ്പിക്കും അവിടുത്തെ ആ ലോക്കൽ കമ്മിറ്റിക്കാരെങ്കിലും, ലെവൻ എടുത്തുകൊണ്ട് പോയിട്ട് കുഴിച്ചിടും. മാർക്സിസ്റ്റുകാരൻ മരിക്കുമ്പം ഒരു ചുവന്ന തുണി കൊണ്ടുവന്നിട്ട് ആ കോണകം കൊണ്ട് പുതപ്പിക്കും, അവനെയും കൊണ്ടുപോയി കുഴിച്ചിടും. ആഹാ, അഭിമാനം, അന്തസ്. ചിലപ്പോ ജീവിതത്തിൽ അവസാനം വരെ ഒന്നും നേടിയിട്ടുണ്ടാവില്ല, ഈ ഒരു തുണിക്കഷ്ണം മാത്രം, തീർന്നു അതോടുകൂടി. ഇതുപോലത്തെ രാഷ്ട്രീയ തിമിരം ബാധിച്ച രാഷ്ട്രീയ അടിമകളെ നിങ്ങൾ ഈ കേരളം എന്ന് പറയുന്ന ഇട്ടാവട്ടത്തിൽ കിടന്നിട്ട് നിങ്ങളുടെ കേരളവും ഗതി പിടിക്കാൻ പോണില്ല. ഞാനടക്കമുള്ള മലയാളികളായിട്ടുള്ള ഞാനടക്കം പറയുന്നു, മലയാളികളെ നിങ്ങളൊരു സ്പെഷ്യൽ വേർഷനാണ്. അന്തവും കുന്തവും ഇല്ലാത്ത, വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഒരു സ്പെഷ്യൽ വേർഷൻ. ആർക്കും പറ്റിക്കാൻ നിങ്ങളെ, ആർക്കും വഞ്ചിക്കാൻ നിങ്ങളെ, ആർക്കും നിങ്ങളെ ഏതൊക്കെ തരത്തിലൊക്കെ മൂഞ്ചിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മൂഞ്ചിക്കാം. അതിനൊക്കെ നിന്നു കൊടുക്കുന്ന, തയ്യാറായിട്ട് നിന്നു കൊടുക്കുന്ന, രാഷ്ട്രീയ ഉടുപ്പിട്ട കുറെ മേലാളന്മാരുടെ കളിപ്പാവകള് തട്ടിക്കളിക്കുന്ന, പൊട്ടന്മാരാക്കുന്ന, കഴിഞ്ഞ 10-65 കൊല്ലമായിട്ട് വെറും പൊട്ടന്മാരാക്കുന്ന കുറെ കോൺഗ്രസ്സുകാരുണ്ട്, കുറെ മാർക്സിസ്റ്റുകാരുണ്ട്. അവരുടെ കുടുംബം നന്നായി, അവര് മാന്യന്മാരായി, അവര് കോടീശ്വരന്മാരായി, അവരുടെ മക്കളൊക്കെ വിദേശത്ത് പോയിട്ട് പഠിക്കുന്നു, ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു, അവരുടെ തലമുറ സുഖമായിട്ട് കഴിയുന്നു, അവരുടെ തലമുറയ്ക്ക് 10-15 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്ത് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആരെ പറ്റിച്ചിട്ട്? മാന്യനായിട്ടുള്ള, എല്ലാം അറിയുന്ന മലയാളി എന്ന് നടിക്കുന്ന, സ്വയം നടിക്കുന്ന മണ്ട ശിരോമണികളെ നിങ്ങളെ പറ്റിച്ചിട്ട് ഉള്ള കോടികള് അവരുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ അവസാനം വന്നിട്ട് നമ്മുടെ പിണറായി വിജയൻ അടക്കം മൊത്തം മലയാളികളെ പറ്റിച്ച രണ്ടാമത്തെ ദുരന്തവും മലയാളിക്ക് വന്ന ഏറ്റവും വലിയ ലോക ദുരന്തത്തിൽ ഒന്നാണ് വയനാട് ദുരന്തം. ആ വയനാട് ദുരന്തത്തിൽ വന്ന അവസാനത്തെ പിരിവും അന്തസ്സായിട്ട് കൈയിട്ട് വാരി നക്കി, അതെല്ലാം വെടിച്ചു നക്കി, മുഖ്യമന്ത്രിയും മരുമകനും കൂട്ടാളികളും എല്ലാവരും കൂടി ചേർന്ന് വീണ്ടും മലയാളികളെ പറ്റിച്ച് മൂഞ്ചിച്ച് ഇപ്പോഴും മലയാളി അതില് എന്താ പറയാ, കുളിര് കൊണ്ടിരിക്കുന്ന ഒരു മഹാ കാഴ്ചയാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സമ്മതിക്കണം നമ്മളെ, മലയാളികളെ നമ്മളെ സമ്മതിക്കണം. കാരണം എല്ലാ പറ്റിക്കലിനും ഇങ്ങനെ നിന്നു കൊടുക്കാനായിട്ട് നമ്മുടെ ജന്മം ഇനിയും ബാക്കി. അപ്പൊ എന്തായാലും ശരി, ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത് കണക്ക് പുറത്തു വന്നപ്പോ, എങ്ങനെയോ കണക്ക് പുറത്തു വന്നപ്പോൾ, ദുരന്ത നിവാരണ കണക്ക് പുറത്തു